നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് കിങ് ആവണം. I'm really sorry guys, this is not the place for that. Welcome back guys, welcome back to the TechTalks. എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് let's start by rolling our intro. വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതായത് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് കിങ് ആവണം, അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഈ ഫോട്ടോ എഡിറ്റിംഗിൽ കിങ്സിനെ, അതായത് രാജാക്കന്മാരേനെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൂടെ പറഞ്ഞത്, കാരണം എനിക്കൊരു കിങ് ആവണം. ജസ്റ്റ് കമന്റ് ഡൗൺ ഗൈസ്. ഞാൻ പറഞ്ഞു തന്നത് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഫോർ ദാറ്റ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ, അതായത് നമ്മുടെ എഡിറ്റ് ലൈക്ക് എ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു അതായത് എഡിറ്റിംഗ് കിങ്സിനെ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൈ ഷുഡ് വി വാച്ച് ദിസ് വീഡിയോ? അതായത് നിങ്ങൾ എന്തിനു ഈ വീഡിയോ കാണാം? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു തോട്ടായിരിക്കും. സോ അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊക്കെ എൻ്റെ ആദ്യം ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇൻസ്റ്റയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു മെയിൻ ഷോക്കേസ് ആയിരുന്നു. അതായത് കിടിലം ഫോട്ടോസ്, അതായത് കണ്ടു കഴിഞ്ഞാൽ കിളി വറക്കുന്ന, ഇത് എങ്ങനെ എടുത്ത്, ഇത് ഫോണിൽ തന്നെ എടുത്തതാണോ അതോ ഇത് ഫോട്ടോഷോപ്പിനകത്ത് ചെയ്തതാണോ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തതാണോ, ഇത്തരത്തിലൊക്കെ ഉള്ള നമുക്ക് സ്വയം ചിന്ത പോകുന്ന അത്ര കിടിലം ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു ഫോണാണ്. അപ്പൊ എന്റെയൊക്കെ ഒരു തോട്ടം എന്താണെന്ന് വെച്ചാൽ, ശരി നമുക്ക് ഈ ഫോണിനകത്തോട്ട് നമുക്ക് ഫോട്ടോ കയറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം, നല്ല രീതിയിൽ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു മൈൻഡായിരുന്നു നമുക്ക്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് അന്ന് കിട്ടാവുന്ന ഏറ്റവും കിടിലൻ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അന്ന് എൻ്റെ ഫോൺ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ഫോട്ടോ അന്ന് കുത്തിപ്പൊക്കി ഞാൻ ഈ പറഞ്ഞ ആപ്പിൽ കയറ്റി. ആപ്പിനകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴേതാ ഇതാ കിടക്കുന്നത് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, ബ്ലാക്സ്, വൈറ്റ്സ്, കേർവ്സ്. ഇതൊക്കെ എന്താന്ന് അന്ന് വല്ല പിടിയുണ്ടാ? ഇല്ല. ശരി, എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ എന്നിട്ട് ഓരോന്നിനും അന്ന് ഈ സ്ലൈഡർ ആയിരിക്കും, അല്ലെ എക്സ്പോഷർ കോൺട്രാസ്റ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ വാല്യൂസ് സ്ലൈഡ് ചെയ്ത് കൂട്ടുകയാണല്ലോ ചെയ്യാം. ഇതങ്ങോട്ട് നിൽക്കും അതിങ്ങോട്ട് നിൽക്കും. ഏറ്റവും അവസാനം ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ ഒരു പള്ളിപ്പെരുന്നാളിന്റെ ആംബിയൻസ് ആയിരിക്കും. അതായത് ചിലയിടത്ത് പച്ച കത്തുന്നുണ്ടാവും, ചിലയിടത്ത് ചുവപ്പ് കത്തുന്നുണ്ടാവും, ചിലയിടത്ത് മഞ്ഞ ഉണ്ടാവും, ആകെ കളർഫുൾ ആയിരിക്കും നമ്മുടെ ഫോട്ടോ. സോ അതാണ്, അതായത് ഫോട്ടോ നന്നായിട്ട് എഡിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ എന്താ, കോൺട്രാസ്റ്റ് എന്താ, ഹൈലൈറ്റ്സ് എന്താ, ഷാഡോസ് എന്താ, ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് അധികം നോളജ് ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ സീരീസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ, അതായത് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഒരു 10 വീഡിയോസ് നമ്മൾ മിനിമം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് 10 വീഡിയോസ്? നമുക്ക് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്താൽ പോരാ. കാരണം അങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വീഡിയോ കാണും, പിന്നെ അത് മറക്കും. അങ്ങനെ നമുക്ക് പോകണ്ട. ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ മാക്സിമം ഈ ഒരു വീഡിയോക്ക് അകത്തോട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം ഈ ഒരു 10 വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു 11 വീഡിയോ, 10 ഞാൻ മിനിമം പറഞ്ഞാണ്, അതിനേക്കാളും കൂടാൻ സാധ്യതയൊക്കെ ഉണ്ട്. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഈ ഒരു സീരീസിനകത്ത് കവർ ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് വരും. ഇത് ഈ സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഫോട്ടോ ചിലപ്പോൾ ഫോട്ടോ കുറച്ചുകൂടെ നന്നാവും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ മോശം. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിന്റെ ഒരു മെയിൻ പോയിന്റ്. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം വ്യക്തമാക്കി പറയാം. ഈ ഒരു സ്കില്ല്, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു സ്കില്ല് നമുക്ക് പെട്ടെന്ന് ഒരു മാജിക്, ഒരു മാന്ത്രിക വാക്യം പോലെ, അല്ലെങ്കിൽ ഒരു മാജിക് സ്പെൽ പോലെ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊന്നല്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അതായത് നമുക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ചെയ്യുന്ന കാര്യത്തിനോട് നമുക്കൊരു താല്പര്യം, ആത്മാർത്ഥത ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യുന്ന 2-3 ഫോട്ടോസ് മോശമായി കഴിഞ്ഞാൽ അപ്പം അതിനെ ക്വിറ്റ് ചെയ്ത് പോരുത്. ഇപ്പം ഞാനൊക്കെ ആദ്യം എഡിറ്റ് ചെയ്യുന്ന 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ക്വിറ്റ് ചെയ്ത് അങ്ങനെ പോയിച്ചാൽ എനിക്ക് ഇന്ന് ഈ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത കുറച്ച് ഫോട്ടോസാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിംഗ് കിങ് ഒന്നുമല്ല ഞാനും ഒരു ലേണറാണ്. ഏതൊരാളും ഏതൊരു മേഖലയായിക്കോട്ടെ ആർക്കും കിങ് ആവാൻ പറ്റില്ല. ഇറ്റ്സ് എ ട്രൂത്ത്. അതായത് ആരുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചോ, നമുക്കിപ്പോൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മേഖലയിൽ എത്ര കഴിവ് തെളിയിച്ചിട്ടുള്ള ഏതൊരാളുടെ അടുത്ത് വേണമെങ്കിൽ പോയി ചോദിച്ചോ,
അവരൊക്കെ ലേണേഴ്സ് ആയിരിക്കും. അവരെക്കാൾ നന്നായിട്ടൊരു കാര്യം വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ അവരന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത് നമ്മുടെ ഈ ഒരു ഫീൽഡിനകത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും നോക്കും. സോ ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമുക്കൊക്കെ ചിലപ്പോൾ എഡിറ്റിംഗ് അറിയാവുന്നതോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ടാലൻസ് ഉള്ള നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് പറയാം. ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കും. അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് എടാ എനിക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമോ ചോദിക്കും. അപ്പോൾ അവരുടെ നമ്മൾ ഫ്രണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കുന്നുള്ളൊരു മൈൻഡിൽ അവർ ചിലപ്പോൾ ചെയ്യാന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും ഫോട്ടോ ഒക്കെ ഇടലിനായിട്ട് കിട്ടും, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം, കുറേ ലൈക്ക് കിട്ടും എന്ന് വിചാരിച്ചു. ഒരു ദിവസം കഴിയും ചിലപ്പോൾ ഫോട്ടോ കിട്ടില്ല. അപ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടി വരും. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് ചോദിക്കും എടാ ഫോട്ടോ എന്തായി? അപ്പം അവൻ ചിലപ്പോൾ ഈ കാര്യം മറന്നിട്ടുണ്ടാവും. കാരണം അവന് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൻ്റേതായിട്ടുള്ള ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യുന്നുണ്ടാവും. അതല്ല അപ്പോൾ അവൻ ചിലപ്പോൾ ഇത് വിട്ടുവെന്ന് വരും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആ ഫോട്ടോ എന്താ? അവൻ പറയും അയ്യോ സോറിടാ ഞാൻ ഇങ്ങനെ ഒരു തിരക്കിൽ വിട്ടുപോയി, പിന്നെ ചെയ്തു തരാൻ പറയും. അങ്ങനെ ഇത് നീണ്ടു അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് ഒരു ഇല്ലാത്ത ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് മൈൻഡിൽ വരും. അത് നമ്മൾ ഒഴിവാക്കുക. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റും ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് ഒറ്റയടിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതല്ല. തെറ്റുകളിലൂടെ പോയി ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് എഫർട്ട് എടുത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. അപ്പം നമ്മൾ അതിനെ വാല്യൂ ചെയ്യണം. ഇപ്പം ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ, ഈ പറഞ്ഞ പോലെ ഞാനും ചെയ്തിട്ടുള്ള കാര്യമോ പറയുന്നേ. അതായത് ഞാനും ഇതുപോലെ വേറൊരാളുടെ അടുത്ത് ഇത് ചെയ്തു തരുമോ, ഫ്രീ ആയി ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കും. നമ്മളൊരു കാര്യം ഫ്രീ ആയിട്ട് ചോദിക്കും, അതിലൊരു ശരിയുണ്ട്. അതായത് അത്രയും എഫർട്ട് എടുത്ത് ഒരാൾ ഡെവലപ്പ് ചെയ്ത ഒരു സ്കില്ല് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ പിന്നിൽ അത്ര എഫർട്ട് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ അതിനെ വാല്യൂ ചെയ്യണം. കഴിയുന്നതും നമ്മൾ അങ്ങനെ ചോദിക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഇത് എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം ഇപ്പം നമുക്ക് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ ഒരാളുടെ ഫോട്ടോ നമുക്ക് ജസ്റ്റ് കാണാൻ കൊള്ളാവുന്ന രീതിക്ക് വേണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് 5 മിനിറ്റിൽ സ്നാപ്സീറ്റ് അതോട്ട് കയറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ എക്സ്പോഷറും കോൺട്രാസ്റ്റും അതുപോലെ ഹൈലൈറ്റ്സും ഷാഡോ ഇതൊന്നും നോക്കണ്ട. നമുക്ക് ജസ്റ്റ് ഫോട്ടോ കാണാൻ കൊള്ളാവുന്ന ഒരു ലെവലിൽ സ്നാപ്സീറ്റിനകത്തോട്ട് കയറ്റി അല്ലെങ്കിൽ വല്ല ഫിൽറ്റർ കയറ്റിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് ചെയ്താൽ മതി. അതല്ല നമുക്ക് എഡിറ്റിങ് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. നമുക്ക് ഇൻസ്റ്റാ ഗാലറി, നമ്മുടെ ഓരോ ഇൻസ്റ്റാ പ്രൊഫൈലിന് അവരൊരു ഗാലറി ഉണ്ടാവും. അങ്ങനെ ഗാലറി എന്നാ പറയാ. അത് കുറച്ച് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിൽ നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ബിലീവ് മീ ഗൈസ്. അതായത് ഞാൻ പറഞ്ഞ പോലെ എഡിറ്റിംഗ് കിങ് ഒന്നും ആവാൻ പറ്റില്ല. അത് ആർക്കും ആവാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് ആരെങ്കിലും പറയുന്ന ഒരാളെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും പറഞ്ഞതാണ്, ഞാനും ചെയ്യാം. സോ അതിന് നിൽക്കട്ടെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും കളർ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും കേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിനകത്തിട്ട് പറയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെയും കൂടെ മാക്സിമം ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ലൈവ് അല്ല, അപ്പോൾ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ഒന്നും നമുക്ക് എന്തായാലും പറ്റില്ല. സോ ഓരോ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ടാസ്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു രീതിയിൽ പോവാന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. സോ അത്തരത്തിൽ എഡിറ്റിംഗ് കുറച്ചുകൂടെ താല്പര്യം, ഇപ്പോൾ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയാം, കുറച്ചും കൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്യണം എന്നുള്ളവർക്കും ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. സോ അങ്ങനെയുള്ളവരാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, എന്തൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ സീരീസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ഒട്ടും കാണാൻ ഒരു ഇതില്ലാത്ത ഫോട്ടോനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വേറൊരാൾ കാണുമ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രൊഫൈലാണ്, അങ്ങനത്തെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാവാൻ ഈ ഒരു സീരീസ് കൊണ്ട് നമുക്ക് പറ്റും. അത് ഞാൻ പ്രോമിസ് ചെയ്യാം. പക്ഷെ അതിന് നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനും കൂടെ വേണം. നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടണം. 2 ഫോട്ടോ എഡിറ്റ് ചെയ്ത് നന്നായില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോയത്. ഏതൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഏതൊരു എഡിറ്റർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് അത്രയും നല്ല ഫോട്ടോസ്. അയാൾ അങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഫോട്ടോയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം കടന്നു പോയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളും അത്തരത്തിലുള്ള ഫെയിലിയേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യണം. കാരണം നമുക്കൊരു തെറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാതെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ അത് ഈ ഒരു ഫീൽഡിൽ നിന്നല്ല, ഏതൊരു സ്കിൽസ് ഡിമാൻഡ് ചെയ്യുന്ന ഏതൊരു ഫീൽഡിലും
എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഡെഡിക്കേഷൻ, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. സോ അങ്ങനെ ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് കാണാൻ. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സീരീസ് കഴിഞ്ഞാൽ നമ്മൾ വേറെ കുറച്ച് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിന് ഈ ഒരു ചാനലിനകത്ത് ടെക് വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ ഈ ലൈറ്റ് റൂമിന്റെ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെക് കണ്ടന്റ്സിലോട്ട് ഇപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തെന്ന് വരുമ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ എഡിറ്റിംഗിൽ, ഫോട്ടോ എഡിറ്റിംഗിൽ. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഈ ഒരു വീഡിയോ സീരീസ് കഴിഞ്ഞ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡ്, ഒരു ബോണസ് എപ്പിസോഡ്, അതിനകത്ത് ഞാൻ എങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ കംപ്ലീറ്റ് വർക്ക് ഫ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് സീരീസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു സീരീസ് ഫർദർ മുന്നോട്ട് കാണാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. ആൻഡ് വി ആർ ഓൾസോ ഓൺ അവർ വേ ടു 5K ഫാമിലി. നമ്മുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആ ഒരു മൈൽ സ്റ്റോണിനകത്തോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ ആൻഡ് നോട്ട് സബ്സ്ക്രൈബ്, ജസ്റ്റ് സബ്സ്ക്രൈബ് ഗൈസ്. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഫോട്ടോ എഡിറ്റിംഗ്, അതുപോലെ ടെക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി നല്ലൊരു സീരീസ് ആയിരിക്കും. ഞാൻ നല്ലോണം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കട്ടക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. സോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.